ശ്രീപത്മനാഭൻ്റെ സ്വർണവും വരും വർഷങ്ങളിൽ കൊള്ളയടിക്കപ്പെടും. ഇതാണ് അവസ്ഥയെങ്കിൽ കൊള്ള ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന തരത്തിലല്ല അന്വേഷണത്തിൻ്റെ പടർപ്പ് നമ്മളെ കാണിച്ചു തരുന്നത്. അതിങ്ങനെ പലരിലേക്കും ഇങ്ങനെ നീണ്ടു ചെല്ലുകയാണ് ചെയ്യുന്നത്. ആരൊക്കെയാണപ്പോൾ ഈ കൊള്ള നടത്തിയത് എന്ന് ചോദിച്ചാൽ സഹാക്കൾ മാത്രമാണ് എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്കത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ വിവരം എന്ന് പറയുന്നത് കേരളത്തിൽ ഈ വിഗ്രഹക്കൊള്ള അല്ലെങ്കിൽ വിഗ്രഹം കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പുരാവസ്തു കൊള്ള സംഘം വ്യാപകമായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഡി മണി അപ്പോൾ നേരത്തെ ഇത് ഹൈക്കോടതി അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ള സംഘമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വ്യവസായി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി എന്ന് പറയുന്ന ഒരാൾ, അയാൾ പോറ്റിയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. മുൻപ് തന്നെ അവർ വിഗ്രഹ കച്ചവടം നടത്തിയിരുന്നതാണ്. ഈ വ്യവസായി ഒരു വിഗ്രഹ കച്ചവടക്കാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് അറിയാവുന്നതായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതും ഈ കച്ചവടത്തിലെയും ഈ കച്ചവടത്തിൽ ഉണ്ടാകാവുന്ന ശത്രുതയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ എതിരാളികൾ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കാം ഇവനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്താലും കുറേ രഹസ്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ നടന്നു വരുന്ന ഒരു കൊള്ളയുടെ തുടർച്ചയാണ്. അപ്പം അതുകൊണ്ട് അയ്യപ്പൻ്റെ സ്വർണം മാത്രമല്ല, ശ്രീപത്മനാഭൻ്റെ സ്വർണവും വരും വർഷങ്ങളിൽ മോഷ്ടിക്കപ്പെടാൻ നമ്മൾ വരും വർഷങ്ങളിൽ അറിയില്ല. അത് കുറേ വർഷം കഴിഞ്ഞിട്ട് അറിയുള്ളൂ. 2019 ഇത് നടന്നത്. അതെ, അത് അറിയുന്നത് 2025 അങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയണം. അതുവരെ ഒന്നും അറിഞ്ഞിരുന്നില്ല ആരും. ഒരുപക്ഷെ പ്രതിപക്ഷത്തിനൊന്നും അറിയില്ല. 2035 നമ്മൾ അറിയാൻ പോകുന്നത് ശ്രീപത്മനാഭൻ്റെ ഇത്ര കോടി സ്വർണം അടിച്ചുകൊണ്ടുപോയി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒന്നും ഉറപ്പില്ലാത്ത സ്ഥിതിയാണ്. കാരണം എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായിട്ട് കൊള്ള സംഘങ്ങൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെ കീഴിൽ സുരക്ഷിതമായി ജീവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏത് ഭരണകൂടം എന്ന് വെച്ചാൽ ഇടത് ഭരണകൂടം മാത്രമല്ല, വലത് ഭരണകൂടം എല്ലാവരും മാറി മാറി ഭരിച്ചു പോയ ആളുകളുടെ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം കൊള്ളകൾ വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതിൽ ചെറിയ തോതിലോ വലിയ തോതിലോ ഒക്കെയുള്ള ബന്ധം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ട് എന്നതും കുറേശ്ശെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കുറേശ്ശെ മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാത്രമാണ് ഇത്ര രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ പുറത്തുകൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നു, പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? വെറും ഒരു ദേവസ്വം പ്രസിഡന്റുമാർ വിചാരിച്ചാൽ മാത്രം ഇത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുമോ? അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ തലയുണ്ട്, ഒരു തലവനുണ്ട്. ആ തലവൻ്റെ നിർദ്ദേശമുണ്ട്. ആരാണ് ആ തല? അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ എന്ന് പറയാതെയും ഒക്കെ പറഞ്ഞു വെക്കുകയാണ് രമേശ് ചെന്നിത്തല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ഒരു തമാശയാണ് ശരിക്കും. ഞാൻ ഈ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ ഇരിക്കുന്ന എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും ഈ പ്രതിപക്ഷം BJP പറയും അത് മുഴുവനും പിണറായി വിജയനാണ് ചെയ്തതെന്ന്. പിണറായി ആണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്നതാണ് ഇവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത്. എല്ലാത്തിൻ്റെയും കുറ്റം ആരോപിക്കാനായിട്ട് ഒരു ക്യാപ്റ്റനുണ്ട്. ആ ക്യാപ്റ്റൻ്റെ പേര് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം? ഒന്നും വ്യക്തമായിട്ടുള്ള തെളിവ് പറയണം. ഒരു തെളിവില്ലല്ലോ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ. അദ്ദേഹം അങ്ങനെ കണക്കൂട്ടി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ യുക്തി എന്താണ്? പത്മകുമാറിനെ പുറത്താക്കാത്തത് CPM ഭയപ്പെട്ടിട്ടാണ്. ശരിയായിരിക്കാം. എന്താണ് പുറത്താക്കാത്തത്? എന്തിനു പുറത്താക്കണം? ഇനിയിപ്പോൾ അവർ നേരത്തെ എടുത്ത നിലപാടെന്തായിരുന്നു? തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്താക്കിയില്ല. പുറത്താക്കാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താക്കി കഴിഞ്ഞാൽ ഇയാൾ ശരിക്കും കള്ളനാണ് എന്ന് പാർട്ടി കൂടി അംഗീകരിക്കുന്ന സ്ഥിതി വരും. അത് വേണോ എന്ന് ആലോചിച്ചിട്ടാണ് അവരെ ചെയ്യായിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അന്ന് തന്നെ അയാളെ പുറത്താക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു ആരോപണം വരികയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസുണ്ടാവുകയും ചെയ്താൽ അറസ്റ്റ് ചെയ്യുക, അയാളെ ഇപ്പോൾ പുറത്താക്കിയേക്കാം. പുറത്താക്കിയിട്ട് അയാൾ കുറ്റക്കാരനല്ലെന്ന് എപ്പോഴാണ് തെളിയുന്നത് അപ്പോൾ തിരിച്ചെടുക്കുക. അതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട വലിയ ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നുള്ളത്. പക്ഷെ അവരൊന്നും പുറത്താക്കിയില്ല. അന്ന് പുറത്താക്കാത്ത അവർക്ക് ഇനിയിപ്പോൾ പുറത്താക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്താക്കാത്തതിൻ്റെ ഫലമായിട്ട് വരാവുന്ന എല്ലാവിധമായിട്ടുള്ള ദോഷങ്ങളും അവർ ഏറ്റെടുത്തു തെരഞ്ഞെടുപ്പിൽ. ഇനി പുറത്താക്കേണ്ട എന്താ കാര്യം?
പുറത്തായിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇനി കേസ് എവിടെയാണോ എത്തുന്നത്, കുറ്റക്കാരനാണ് അയാൾ തെളിയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പുറത്താക്കാം എന്നുള്ള നിലപാടിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല അതിൻ്റെ അകത്ത് കാണുന്നൊരു യുക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാളെ പുറത്താക്കിയാൽ ഇയാൾ ഒരുപാട് രഹസ്യങ്ങൾ വിളിച്ചു പറയും. ആ രഹസ്യങ്ങളിലാണ് നമ്മളുടെ ഈ തലവൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പിണറായി വിജയൻ പെടാനായിട്ട് പോകുന്നത്. അങ്ങനെ ഭയപ്പെട്ടിട്ടാണ് അദ്ദേഹം അത് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇവർ ചെയ്യാത്തതെന്ന് പറഞ്ഞു. നമുക്ക് എന്താണ് സ്വപ്ന എന്ന് പറയുന്ന ഒരു പെണ്ണിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാലം ചർച്ച ചെയ്തിരുന്നു. അവരുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്തിരുന്ന എല്ലാവരും പറഞ്ഞിരുന്നു പിണറായി വിജയനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എവിടെ എത്തി? എങ്ങും എത്തിയില്ലല്ലോ. എങ്ങും എത്താതെ അത് അവസാനിച്ചു. അതുമാതിരിയാണ് എല്ലാ കേസുകളും. അതാണ് പ്രശ്നം. ഒന്നില്ലെങ്കിൽ പിണറായി വിജയനും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരെ കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു കൂട്ടുകച്ചവടം, അതല്ലെങ്കിൽ പിണറായിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനായിട്ടുള്ള കഴിവുകേട് ആർക്കുണ്ട്? പ്രതിപക്ഷത്തിനുണ്ട്. ഇപ്പോൾ തുടങ്ങിയല്ലേ, എത്ര കാലമേത് ഒരു വിഷയത്തിലെങ്കിലും ഇത് പിണറായി വിജയനിൽ തെളിവോടെ എത്തിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ക്രെഡിബിലിറ്റി വളരെ മോശം. ഇവർക്കൊരു ക്രെഡിബിലിറ്റി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ക്രെഡിബിലിറ്റി എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഇത് തെളിയിക്കാനായിട്ട് കഴിയും. വ്യക്തമായിട്ടുള്ള തെളിവ്, അതെ ഇതാണ് ഇയാൾ ഇങ്ങനെ ചെയ്തു, അതിൻ്റെ തെളിവ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഹാജരാക്കട്ടെ. അതിന് പ്രതിപക്ഷത്തിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ല, വി ഡി സതീശനും കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ ഇപ്പോൾ പരിശുദ്ധനാവുന്നു എന്നാണോ? അല്ല, പിണറായി വിജയനെ ഇവർക്ക് എന്തുകൊണ്ട് കുറ്റവാളിയാക്കി അവതരിപ്പിക്കാൻ പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്നു? അല്ല, സ്വാഭാവികമായിട്ടും ഭരണത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരാൾ ഇരിക്കുമ്പോൾ ആ പാർട്ടിയിലെ അംഗങ്ങൾ ദേവസ്വം പ്രസിഡന്റുമാരായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ജനം മുഖ്യമന്ത്രിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുക. അല്ല, കുറ്റപ്പെടുത്താം. പക്ഷേ അതുകൊണ്ട് അയാൾ കുറ്റവാളിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളെന്തുകൊണ്ടാണ് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇക്കാര്യത്തിൽ എതിർക്കുന്നത്? സി പി എമ്മിൻ്റെ ഒരു ചുമതലയാണോ ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ ഭരണമേൽപ്പിക്കുകയും അവർ ഇത്തരം കൊള്ളകളിൽ പ്രതികളായി തീരുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്യുന്നത്? അല്ല. അത് സി പി എമ്മിന് ഗുണമുണ്ടാക്കുക ഇല്ല. എന്നിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മ, നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയുടെ പോരായ്മ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാം. കുറ്റപ്പെടുത്തലാണ് അല്ല, നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങൾ. പിണറായി വിജയനെതിരെ എങ്ങനെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെറുപ്പ് ഉയരുന്നത്? ആരാണോ നിർമ്മിക്കുന്നത്? പിണറായി തന്നെയാണ് നിർമ്മിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ കേസുകളിലൊക്കെ ഉന്നയിക്കപ്പെട്ട മുഴുവൻ ആരോപണങ്ങളിലും അദ്ദേഹമാണ് പ്രതിയെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെളിവ് ഹാജരാക്കി അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ഉറപ്പിക്കാനായിട്ട് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല? പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ ജോലിയാണത്. ഭരണകൂടത്തിൻ്റെ നേതൃത്വം കളവ് നടത്തുന്നുണ്ടെങ്കിൽ, അഴിവ് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകളാണ് ഹാജരാക്കുന്നത്. അല്ലാണ്ട് അനുമാനങ്ങൾ കൊണ്ടൊരു കാര്യമില്ല. ഇതെല്ലാം അനുമാനം മാത്രമാണ്, ഒരനുമാനമാണത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് സി പി എം പുറത്താക്കിയില്ല? രമേശ് ചെന്നിത്തലയും കോൺഗ്രസ്സുകാരും അനുമാനിക്കുന്നു അത് സി പി എം ഭയപ്പെട്ടിട്ടാണ്. അത് അനുമാനം മാത്രം. അനുമാനം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല അത്. കളവ്, അഴിമതി, കൊള്ള എന്നൊക്കെ പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമാണ് അത് സ്ഥിരീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. തെളിവില്ല, ഒരു തെളിവ് ഹാജരാക്കുന്നില്ല. ഒരു ചുമ്മാ പത്രത്തിൽ വർത്തമാനം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വ്യവസായിക ഗുണം ഹാജരാക്കി അയാൾ പറഞ്ഞു പഞ്ചലോഹ കച്ചവടത്തിൽ നേരത്തെ പോറ്റിയും അതേപോലെ മണിയൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൂടിയാണ് കേരളത്തിലെ ലോഹക്കടത്ത് നടത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞു എന്നല്ലാതെ ഈ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും തെളിവ് ഈ വ്യവസായി കൊടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ കരുതിയത് വ്യവസായി ഹാജരാക്കും എന്ന് പറയുമ്പോൾ വലിയ സംഭവം നടക്കുമെന്നാണ് കരുതുന്നത്. ഒരു സംഭവം നടക്കുന്നില്ല.